പങ്കുചേരുന്നവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശ്രോതാക്കളെയും വചനയാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഏറ്റവും പ്രസക്തിയേറിയ ഒരു ചോദ്യം 3 വട്ടം ചോദിക്കുന്ന യേശുനാഥനെയാണ് നമുക്ക് കാണുവാനാവുക. യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു ചോദ്യം 3 വട്ടം യേശു ആവർത്തിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞതിൻ്റെ ക്ഷീണം, അവൻ്റെ ആത്മാവിലുണ്ടാക്കിയ മുറിവ് സുഖപ്പെടുത്താനായിരിക്കണം യേശു 3 വട്ടം അവനെക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയിപ്പിച്ചത്. തുടർന്ന് ശിമയോൻ പത്രോസ് യേശുവിനെ നോക്കി പറയുന്നുണ്ട്, ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇതേ ചോദ്യം തന്നെയാണ് എന്നെയും നിങ്ങളെയും നോക്കി ക്രിസ്തുനാഥൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ആവർത്തിക്കുക. ശിമയോനെ പോലെ നമുക്കും പറയാനാകുമോ, ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ എന്ന്? ഞാൻ മനസ്സിലാക്കുന്നത് സേവനം എപ്പോഴും ആരംഭിക്കുക സ്നേഹത്തിൽ നിന്നാണ്. ഈ സേവനത്തിൻ്റെ ഉച്ചസ്ഥായി ജീവത്യാഗമാണെന്ന ഓർമ്മപ്പെടുത്തൽ. കൂടുതൽ ലളിതമായി പറഞ്ഞാൽ, പത്രോസ് എപ്രകാരമാണ് മരണപ്പെടുന്നു അല്ലെങ്കിൽ മരണപ്പെടുക എന്ന പ്രവചനം കൂടിയുണ്ട് ഈ അധ്യായത്തിൽ. യേശു പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇത് സൂചിപ്പിക്കുക പത്രോസ് സ്വന്തം ഇഷ്ടപ്രകാരം കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടെ യേശുവിനെ തള്ളിപ്പറഞ്ഞതും അവനിൽ നിന്ന് ഓടിയകന്നതിനെയുമൊക്കെയും സൂചിപ്പിക്കുന്നു. എന്നാൽ എപ്പോഴാണോ അവൻ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് യേശുവിങ്കലേക്ക് തിരികെ നടന്നത്, ഇതിനെക്കുറിച്ച് വചനം ഓർമ്മിപ്പിക്കും. പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം കാരണം ക്രിസ്തുവിനെ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് പത്രോസ് സ്വമേധയാ ക്രിസ്തുവിൻ്റെ വഴിയെ, അവൻ്റെ കുരിശിൻ്റെ വഴിയെ പിന്നാലെ നടന്നുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുന്നതിൻ്റെ പ്രവചനമാണ് യേശുനാഥൻ നടത്തുക. സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിനെ പിൻചെല്ലുന്ന എനിക്കും പത്രോസിനെ പോലെ പറയാനാകുമോ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്? പത്രോസിനെ പോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി പീഡകൾ ഏറ്റെടുക്കുവാൻ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ എനിക്കും നിങ്ങൾക്കുമാകണം. ഉദ്ധിതനായ ക്രിസ്തു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.